പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നതിനെ സ്വാഗതം ചെയ്യുന്നതിനും അപ്പുറം അവരുടെ ആ വർഗീയ പശ്ചാത്തലം തന്നെ ഇല്ലാതായിരിക്കുന്നു, മുക്തമായിരിക്കുന്നു എന്നൊരു നിലപാട് ആ സംഘടനയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു. അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത്. അതിപ്പോൾ ഷമാസ് ആവട്ടെ, അത് CPIM-ൻ്റെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ മതസംഘടനകൾ പറയുന്നതിനെ നിങ്ങൾ അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നു എന്ന നിലയിലാണ് പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, വാർത്തകളിൽ വന്നിട്ടുള്ളത് മുസ്ലിം മതസംഘടനകൾ, കത്തോലിക്ക കോൺഗ്രസ് അടക്കം മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു നിലപാടിനെ നിരാകരിച്ചിട്ടുണ്ട്. വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ചർച്ചയായി ഉയരുന്നു. ഇത് CPM സൃഷ്ടിയാണോ? 1941 ഇന്ത്യ രാജ്യത്ത് മദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടുവെന്നും അവശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽപ്പെട്ട മുസ്ലിം ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇത് ഹിന്ദുക്കളുടെ രാജ്യമായി മാറിയെന്നുമാണ് അന്നത്തെ RSS പറഞ്ഞത്. അതിനെ ശരിവെച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുപോയ ഇന്ത്യക്കാരനാണ് ശ്രീ മദൂദി. അവിടെ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ നടത്തിയ ക്രൂരമായ വംശഹത്യ, ആ വംശഹത്യയെ തുടർന്ന് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. ആ അന്വേഷണ കമ്മീഷൻ മുന്നിൽ മദൂദിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കമ്മീഷൻ ചോദിക്കുന്നു, മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അഹമ്മദിയ വിഭാഗങ്ങളോട് ക്രൂരമായ വംശഹത്യ നടത്തിയ നിങ്ങൾ ഇതേ രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അവിടുത്തെ ഭൂരിപക്ഷ മതക്കാർ പെരുമാറിയാൽ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അതിന് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ ശ്രീ മദൂദി പറഞ്ഞ മറുപടി എന്താണ്? ഇന്ത്യ രാജ്യത്തെ RSS, ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടുത്തെ മുസ്ലിങ്ങളോട് രണ്ടാന്തരം പൗരന്മാർ എന്ന നിലയ്ക്ക് പെരുമാറുന്നതിന് ഒരു തെറ്റുമില്ല, അത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ശത്രുവാണ്, ഇന്ത്യൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പാകിസ്ഥാനിൽ നടന്ന ജമാഅത്തെ ഇസ്ലാം നടത്തിയ വംശഹത്യയുടെ അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ 415-ാമത്തെ പേജിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ മാധ്യമം പത്രമുണ്ട്. മാധ്യമം പത്രത്തിൽ ഒരു ദിവസം തലക്കെട്ട് നമ്മൾ കണ്ടു, വിസ്മയമായി താലിബാൻ. താലിബാൻ എങ്ങനെയാണ് വിസ്മയമാകുന്നത്? അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല നിലയ്ക്ക് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം സർവകലാശാലകൾ പഠിച്ച് ലോകവിസ്മയമായി മാറിയ പുതിയ യൗവനത്തെ, പുതിയ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം നടത്തി അവിടുത്തെ സർവകലാശാലകൾ പഠിച്ച പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവകാശമില്ലാതെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചാമ്പലാക്കുന്ന ഒരു താലിബാനിസം. ആ താലിബാനെക്കുറിച്ച് മാധ്യമം പത്രം പറയുകയാണ്, വിസ്മയമായി താലിബാൻ. മൂന്നാമത്തത്, സമീപകാലത്താണ് ബംഗ്ലാദേശിൽ ഒരു സംഭവം ഉണ്ടായത്. ഖാലിദ സിയ ഇന്ത്യയിലേക്ക് പോന്നു, അവിടെ അമ്പലം തകർത്തു. ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ തകർത്തതിനെതിരായിട്ട് ഏറ്റവും ഏറെ പോരാടിയൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ അന്ന് നരസിംഹറാവുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ 35 അംഗങ്ങളുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് 4 ഉള്ളൂ, അന്ന് 35. ഈ 35 ആളുകളും നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കും, ബാബറി മസ്ജിദ് പൊളിക്കരുത്. ഇതായിരുന്നു ഞങ്ങളുടെ വാദം. അവിടെ എന്താ സംഭവിച്ചത്? ആ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട തുറന്നുള്ള ഘട്ടത്തിലെ ഓരോ ഘട്ടത്തിലും നോക്കൂ, ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരടക്കം ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനെതിരായി നിന്നു. പക്ഷേ ബംഗ്ലാദേശിൽ അമ്പലം പൊളിക്കുകയും അവിടുത്തെ ഹിന്ദു സന്യാസിയെ കൊല്ലുകയും ചെയ്തപ്പോൾ RSSന് ന്യായീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അവസരം കൊടുത്തു. നാലാമത്, ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് മാത്രമല്ല, കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേണ്ട, പ്രത്യേക പദവി വേണ്ട എന്ന് പറഞ്ഞ് കാശ്മീരിനെ ഇല്ലാതാക്കുന്നു. അതിനെതിരായി പോരടിച്ച ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം നിയമസഭയിൽ എത്താതിരിക്കാൻ നിരോധിക്കപ്പെട്ട സംഘടനയായ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വേറൊരു വേഷത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മത്സരിക്കുന്നു. BJP അവിടെ RSS ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്നു ജമ്മു കാശ്മീരിൽ. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ നാട്ടിൽ അവരുടെ മതരാഷ്ട്രവാദമില്ലാതെയായി എന്ന് VD സതീശൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ
അങ്ങനെ കമ്മട്ടമുണ്ടാക്കുന്ന വി ഡി സതീശൻ്റെ രാഷ്ട്രീയം RSSനെ ഇവിടെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് CPMൻ്റെ നിലപാട്. അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞതല്ല. കേരളത്തിൻ്റെ മതരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന RSSനെതിരായ ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ബോധ്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ശരി.